ഹരിയാനയിലെ ദാനയിൽ ആരംഭിച്ച നമ്മുടെ സുക്കൂൻ ലേണിംഗ് സെൻറ്ററിലേക്ക് ഒരു ദിവസം ഒരു ഗ്രാമീണൻ കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് കൂടി ഇവിടെ അഡ്മിഷൻ നൽകണമെന്നായിരുന്നു ആവശ്യം. അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. ലോറിയിൽ നിറയെ ലോഡുകളുമായി 2 മാസത്തെ യാത്ര കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ലേണിംഗ് സെൻറ്റർ ആരംഭിച്ച വിവരം പോലും അദ്ദേഹം അറിയുന്നത്. അഡ്മിഷൻ സമയത്ത് യാത്രയിലായതിനാൽ കുട്ടിയെ ചേർക്കാൻ പറ്റിയില്ലെന്ന സങ്കടത്തിലാണ് അദ്ദേഹം. പക്ഷേ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ഇനിയൊരു കുട്ടിയെ കൂടി ഉൾക്കൊള്ളിക്കുക സാധ്യമല്ലായിരുന്നു. അടുത്തൊരു ഘട്ടത്തിലാക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം മകനുമായി വീണ്ടും വരുന്നു. അന്നാണെങ്കിൽ ഒരു കസേര ഒഴിവുണ്ടായിരുന്നു. അന്നൊരു കുട്ടി ലീവാണ്. എന്നാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് എൻ്റെ മകൻ അവിടെ ഇരിക്കട്ടെ എന്നായി അദ്ദേഹം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടി തിരികെ വീട്ടിൽ പോയി. പക്ഷേ പിറ്റേന്ന് അദ്ദേഹം വരുന്നത് വീട്ടിൽ നിന്നൊരു ചെറിയ ഇരിപ്പിടവുമായിട്ടാണ്. മറ്റു കുട്ടികളുടേതിന് സമാനമായ പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലുമൊക്കെ എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചാണ് വരുന്നത്. എന്തു ചെയ്യും? കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു. വിദ്യാഭ്യാസത്തിന് ഏറ്റവും അർഹരായ അനിവാര്യമായ ഇത്തരം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഹരിയാനയിൽ നമ്മളൊരു സ്കൂൾ നിർമ്മിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം.